ഇപ്പോൾ ഐഷ പോറ്റി കോൺഗ്രസ്സിൽ ജോയിൻ ചെയ്തു അല്ലേ? എന്തൊരു സങ്കടമാണ് CPM നേതാക്കന്മാർക്ക്. എത്ര CPM നേതാക്കന്മാർ BJPയിലേക്ക് പോയി, അപ്പോൾ എന്നൊരു വിഷമമില്ല. ഐഷ പോറ്റി കോൺഗ്രസ്സിൽ ചേർന്നപ്പോഴാണ് വിഷമം. എന്നിട്ട് AKG സെൻറ്ററിലിരുന്ന് ഓരോരുത്തർ സോഷ്യൽ മീഡിയയിൽ വനിതാ കോൺഗ്രസ് നേതാക്കന്മാർ CPMൽ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞ് തെറ്റായ വാർത്ത കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഈ AKG സെൻറ്ററിലിരുന്ന് സോഷ്യൽ മീഡിയ കൺട്രോൾ ചെയ്യണവർ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഷാനി മോള് CPMൽ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തു. ഷാനി മോള് പിതാവ് മരിച്ചിട്ട് ഒരാഴ്ച പോലും ആയിട്ടില്ല. അവരുടെ പിതാവ് മരിച്ചിട്ട് അവർ വീട്ടിലിരിക്കുന്ന അവരെക്കുറിച്ച് പോലും അവരെ അപമാനിക്കുന്ന രീതിയിൽ ഈ AKG സെൻറ്ററിലിരുന്ന് സോഷ്യൽ മീഡിയ കൺട്രോൾ ചെയ്യുന്നവർ. എന്നെക്കുറിച്ച് എനിക്കൊരു കുഴപ്പമില്ല. 10 കാർഡ് എല്ലാ ദിവസവും ഇടുന്നുണ്ട് എന്നെക്കുറിച്ച്. എന്തൊക്കെയാണ് പറയുന്നത്? ഈ ലോകം കണ്ട ഏറ്റവും വലിയ കൊള്ളക്കാരനാണ് ഞാനെന്നൊക്കെയാണ് എഴുതുന്നത്. അതൊന്നും എനിക്ക് വിരോധമില്ല. എനിക്ക് നല്ല പബ്ലിസിറ്റിയാണ് നൽകുന്നത്. നെഗറ്റീവ് ആണെങ്കിൽ എനിക്കത് ഗുണമായിട്ടാണ് മാറണത്. അവർ ഏതെല്ലാം കാര്യങ്ങൾ എനിക്കെതിരായിട്ട് നെഗറ്റീവ് ഇനിയും ഇട്ടോ 10-20 ആക്കാൻ പറ്റും നോക്കണം ഡെയിലി ഇടുന്ന കാർഡ് എന്നാണ് എനിക്ക് അവിടെ ഇരുന്ന് ഇതൊക്കെ നിയന്ത്രിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞു, അവിടെ ഇരിക്കുന്ന നിയന്ത്രിക്കുന്ന ആളുകളെ നമുക്കറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ അപ്പം തന്നെ രംഗപ്രവേശം ചെയ്ത്, ഇപ്പോൾ കോഴി കട്ടവൻ തലയിൽ പപ്പുണ്ടെന്ന് തപ്പി നോക്കുമെന്ന് പറഞ്ഞ മാതിരിയാണ്. അത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ രംഗപ്രവേശം ചെയ്ത്. ഇതൊക്കെ നാടകമാണ്. ഐഷ പോറ്റി പോയതിൻ്റെ കടം തീർക്കണത് പിതാവ് മരിച്ച് വീട്ടിൽ ഇരിക്കുന്ന ദുഃഖിതയായിരിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവ് CPMൽ ചേരുമെന്ന് പറഞ്ഞ് കള്ളപ്രചരണം നടത്തിയിട്ടാണ്. അപ്പം ഇനിയിപ്പോൾ ഈ AKG സെൻറ്ററിൽ നിന്ന് കൊടുക്കുന്ന സാധനം, എന്ത് സാധനം ട്രോള് എന്ത് കൊടുത്താലും, എന്ത് സോഷ്യൽ മീഡിയയിൽ പ്രചാരണം, നീ ശരി പറഞ്ഞാലും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല കേരളത്തിൽ. ആരും ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞത് എന്താ? രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല, വ്യക്തികൾ അടക്കം, വിവിധ സമൂഹങ്ങളടക്കം, സോഷ്യൽ ഗ്രൂപ്പുകളടക്കം UDFിലേക്ക് തിരിച്ചു വരും. നിങ്ങൾ ഇട്ട് നോക്കിക്കോ നിങ്ങളുടെ ലൈബ്രറിയിൽ. അപ്പം നിങ്ങൾ അന്ന് എന്നോട് എടുത്തെടുത്ത് ചോദിച്ചു കേരള കോൺഗ്രസ്. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു പാർട്ടിയുടെയും പേര് ഞാൻ പറഞ്ഞിട്ടില്ല, പറയില്ല. പക്ഷെ ഒരു കാര്യം പറഞ്ഞു, LDFിലും NDAയിലുള്ള കക്ഷികൾ ഇതിനകത്ത് ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ? NDAയിലുള്ള 2 കക്ഷികൾ ജോയിൻ ചെയ്തില്ലേ? LDFിലുള്ള വ്യക്തികൾ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ? ഇന്നും വയനാട്ടിൽ ഒരാൾ വിട്ടിട്ടുണ്ട്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പാർട്ടിയിൽ വിട്ടിട്ടുണ്ട്. അപ്പോൾ വ്യക്തികൾ, ഗ്രൂപ്പുകൾ, സോഷ്യൽ ഗ്രൂപ്പുകൾ, ഒപ്പീനിയൻ മേക്കേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ് പ്ലസ് NDAയിലും LDFിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ UDFിൽ ജോയിൻ ചെയ്യും. അപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് UDFിൻ്റെ രാഷ്ട്രീയമായ അടിത്തറ ഞങ്ങൾ വിപുലീകരിച്ചുകൊണ്ടിരിക്കേണ്ടത്. പിന്നെ അത് കേരള കോൺഗ്രസ് ആയിരിക്കും, മറ്റൊരാളായിരിക്കും എന്ന് ഞങ്ങളാരും പറയില്ല.